എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഭാവിയിൽ അച്ഛനും മകനും ആവാൻ പോകുന്നവരാണ്. ഇവൻ ടൈം ട്രാവൽ വന്ന് ഇവൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്തോട്ട് വരെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അച്ഛനും മകനും ഇപ്പോൾ നല്ല ഫ്രണ്ട്സായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ടൈം ട്രാവൽ ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയാണ്. ഇവനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു കാറ് വന്ന് ഇവനെ ഇടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ അവിടെ നിന്ന് രക്ഷിക്കുകയും ഇവൻ്റെ അച്ഛനെ ആ കാർ ഇടിക്കുകയും അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ആക്സിഡൻറ്റ് കാരണം വളരെയധികം ഷോക്കാവുകയാണ്. കാരണം ഫ്യൂച്ചറിൽ ഇവൻ്റെ അച്ഛന് സംസാരശേഷിയും കേൾവിശക്തിയും നഷ്ടപ്പെടുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണെന്ന് അവനറിയാം. ഈ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനാണ് അവൻ ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലോട്ട് വന്നത്. പക്ഷേ ആ ആക്സിഡൻറ്റ് ഇവൻ കാരണം തന്നെ സംഭവിച്ചത് കൊണ്ട് ഇവൻ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ ഒരുപാട് കരയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പക്ഷേ അവന് കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ഫ്യൂച്ചറിലുള്ള പോലെ തന്നെ അത് അവന് തടയാൻ കഴിയുന്നില്ല. എൻ്റെ അമ്മൂമ്മയൊക്കെ വന്ന് ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അവന് ഫ്യൂച്ചറിലോട്ട് പോകാൻ സമയമാകുമ്പോൾ ഇവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് വരണം, ഭാവിയിൽ എൻ്റെ അച്ഛനായിട്ട് വരണം, ഞാൻ കാത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമാധാനിപ്പിച്ച് പോകുന്നുണ്ട്. അവനും അവനെ കെട്ടിപ്പിടിച്ച് പറയാണ്, ഈ ആക്സിഡൻറ്റിൻ്റെ ഉത്തരവാദി നീയല്ല, അതുകൊണ്ട് നീ ഒരിക്കലും ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യല്ലേ, നീ മൂവ് ഓൺ ചെയ്യണം, തിരിച്ചു പോകണം, നോക്കാതെ തന്നെ തിരിച്ചു പോയി, എന്നെ നോക്കാതെ നീ തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു ഗുഡ് ബൈ സീനൊക്കെ അവിടെ നടക്കുകയാണ്. വളരെ ഇമോഷണലായിട്ടുള്ളൊരു സീനായിരുന്നു ഈ ഡ്രാമയിലെ. ഈ ഒരു സീന് വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു സീനാണ്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്